നമുക്കിന്ന് പറക്കുന്നൊരു നക്ഷത്രം ഉണ്ടാക്കിയാലോ? പണി വളരെ സിമ്പിളാണ്. അതിനു വേണ്ടി ഈ അളവിൽ ഒരു പേപ്പർ എടുക്കണം. എന്നിട്ട് ആ വരച്ച് വെച്ച അളവുകളിലൂടെ ഒന്ന് മടക്കാം. എന്നിട്ട് ഈ രണ്ട് ഭാഗവും പശ തേച്ച് വെക്കുമ്പോൾ ഇതുപോലൊരു ബോക്സ് കിട്ടും. പിന്നെ ഇതുപോലത്തെ രണ്ട് ചെറിയ പേപ്പർ എടുക്കണം. 3x3 സെൻറ്റിമീറ്റർ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ അളവിലൂടെ ആ പേപ്പർ ഒന്ന് മടക്കി കൊടുക്കണം. ആ രണ്ട് പേപ്പറും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആ പേപ്പറിൻ്റെ 2 സെൻറ്റിമീറ്റർ എന്ന ഭാഗം ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് ആ ബോക്സിനകത്തേക്കിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം. എന്നിട്ട് ആ പേപ്പറിൻ്റെ ചിറക് പോലെ നിൽക്കുന്ന ഭാഗം ഞാൻ ആ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ രണ്ട് ഭാഗവും ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇതുപോലെ രണ്ട് ക്യൂട്ടായ ചിറക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതും ഈ പേപ്പറിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഈ ചിറകിന് കളറൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കളർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് വലിച്ചു നോക്കാം. സംഭവം വർക്കിംഗ് ആണ്. പിന്നെ ഞാൻ മഞ്ഞ നിറത്തിലുള്ള ഈ രണ്ട് പേപ്പർ എടുത്തിട്ട് അത് രണ്ടും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പണിയുണ്ട്. ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. ഇനി ഈ കാണുന്ന പോലെ ഈ പേപ്പർ ഇങ്ങനെ അകത്തോട്ട് ചുരുട്ടി എടുത്തിട്ട് അതിൻ്റെ അറ്റ ഭാഗം ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ കാണുന്ന പോലെ ഈ പേപ്പറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചുരുട്ടി എടുത്തിട്ട് അതിൻ്റെ അറ്റ ഭാഗം ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചു കൊടുത്താൽ മതി. പണി കഴിഞ്ഞില്ല, ഇനി ചെറിയൊരു പണിയുണ്ട്. ഇനി ഈ കാണുന്ന പോലെ ഇതിനെ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലാക്കിയെടുക്കണം. കുറേ പണിപ്പെട്ടെങ്കിലും അവസാനം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ചുകൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുഖം വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ സംഭവത്തിലേക്ക് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്.